അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്കൊരു കർക്കിടക സ്പെഷ്യൽ പീനട്ട് പൗഡറിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. ഇത് സൂപ്പറാണ് കേട്ടോ. വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്നത് തന്നെയാണ്. ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റുമാണ് കേട്ടോ. ഇത് നമുക്ക് രാവിലെയോ വൈകുന്നേരം എപ്പം വേണമെങ്കിലും കഴിക്കാൻ പറ്റും. ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ച് അധികം ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിക്കോളൂ കേട്ടോ. കാരണം അത്ര ടേസ്റ്റ് ഉണ്ടേ, സ്പീഡിൽ തന്നെ കാലിയാകും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഫാമിലിക്കും ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുതേ. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ടത് പച്ചക്കടലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കൂടുതൽ കടല വാങ്ങിയിട്ടുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ അതൊന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ഉണക്കിയെടുക്കുകയാണ്. കഴുകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് നേരം ഇങ്ങനെ വെള്ളത്തിൽ കുതിർത്തിട്ട് വെക്കൊന്നും ചെയ്യരുത്. കാരണം അത് സോഫ്റ്റായി പോകും കടല. പിന്നെ നമുക്കത് അങ്ങനെ കടിച്ച് തിന്നാനോ ഒന്നിനും കഴിയൊന്നുമില്ല. അതേപോലെ വറുത്താലും വറവ് കറക്റ്റായിട്ട് കിട്ടുമൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ കഴുകുക, പെട്ടെന്ന് തന്നെ ഒന്ന് ഉണക്കുക. അപ്പോൾ ഞാനൊരു വെയിലത്ത് 4 മണിക്കൂറോളം അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു 4 മണിക്കൂർ കൊണ്ട് തന്നെ തൊലിയൊക്കെ അങ്ങനെ അടർന്ന് വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് പോക്കിയെടുക്കാം, അല്ലെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ വെച്ചോളൂ, നിങ്ങളുടെ ഇഷ്ടം. ഇനി ഞാൻ ഇതാണ്ട് കൗണ്ടർ ടോപ്പിൽ ഒരു ടവലോ ഷോളോ എന്തെങ്കിലും ഒന്ന് വിരിച്ചു കൊടുക്കുക, കോട്ടൻ്റെത്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു ദിവസം മുഴുവൻ ഇതേപോലെ ഒന്നിങ്ങനെ വിരിച്ചിടുകയാണ്. കാരണം അതൊന്നുകൂടെ ഒന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ബാൽക്കണിയിൽ തന്നെ വെച്ചാൽ മതി, പക്ഷേ ഞാനിത് അകത്തേക്ക് വെച്ചിട്ടും ഇങ്ങനെ ഉണക്കിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അങ്ങനെ ഉണക്കിയെടുത്തോളൂ കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ വെറൊരു 4 മണിക്കൂർ മാത്രമേ പുറത്ത് വെച്ചുള്ളൂ കേട്ടോ. കാരണം ഈ പൊടികളൊക്കെ ഇങ്ങനെ കൂടുതൽ പൊടിക്കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് ഇതിലോട്ടേക്ക് മണൽ പൊടിയൊക്കെ വരും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് അകത്തേക്ക് എടുത്തിട്ട് ഉള്ളിൽ വെച്ചിട്ട് പിന്നെ അങ്ങനെ ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. തൊലിയൊക്കെ ഇങ്ങനെ അടർന്ന് വരുന്നത് പോലെ നമുക്കിങ്ങനെ കഴിക്കുമ്പോൾ തന്നെ ആ ഒരു കറുമുറ എന്നുള്ള രീതിക്ക് കിട്ടുന്നുണ്ട്. ഇനി നമുക്കിത് ചീത്താവാതെ കുറേ നിൽക്കണമെങ്കിൽ ഇത് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കണം. പച്ചക്കടലൊക്കെ വാങ്ങുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റിക്ക് അങ്ങനെ വാങ്ങി വെച്ചോളൂ കേട്ടോ. എന്നാൽ പിന്നെ ഒരൊറ്റ ദിവസം അങ്ങനെ പണിയെടുക്കുകയാണെങ്കിൽ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ കർക്കിടകമൊക്കെ അല്ലേ, നമുക്ക് എന്തായാലും യൂസാവും പച്ചക്കടലയൊക്കെ ആയിട്ട്. അപ്പോൾ ശരിക്കും വറുത്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചൂടൊക്കെ തണയണം കേട്ടോ. എന്നിട്ട് വേണം ഒരു ജാറിലോട്ടേക്ക് ആക്കി വെക്കാനായിട്ട്. പിന്നെ അതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണേൽ വറുത്തെടുക്കാനായിട്ട്. ഇനി നമുക്ക് കടായി അടുപ്പത്തേക്ക് വെച്ചെടുക്കാം. 1 ടേബിൾ സ്പൂണോളം RKG നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ വേണ്ടത് പച്ചത്തേങ്ങ ആണ്. അത് ചെറുതാക്കി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ചധികം വേണമെങ്കിൽ അങ്ങനെ അധികം ആക്കി വെച്ചോളൂ കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു കുറഞ്ഞ ക്വാണ്ടിറ്റിക്കാണ് കാണിച്ചു തരുന്നത്. അപ്പോഴതിൻ്റെ കളറൊന്ന് മാറിക്കഴിഞ്ഞതിന് ശേഷം വറുത്ത് വെച്ചിട്ടുള്ള കടല ഒരു ബൗളോളം അങ്ങനെ ചേർത്ത് കൊടുക്കാം. നല്ല പോലെ വറുത്തെടുക്കണേ. അതേപോലെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഒരു നേരിയ ചൂടിലിട്ടിട്ട് അങ്ങനെ റെഡിയാക്കുക. പിന്നെ അതേപോലെ ഒരു വലിയൊരു ബൗളോളം നിറയെ പിന്നെ റവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ വറുത്തെടുക്കണം. അതിൻ്റെ ആ ഒരു പച്ചച്ചവ മാറിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉണക്ക തേങ്ങാപ്പൊടി ഉണ്ടല്ലോ, ഡെസിക്കേറ്റഡ് കോക്കനട്ട് പൗഡർ എന്ന് പറയില്ലേ, അതും അതേ അളവിൽ തന്നെയാണ്. അതായത് റവ എടുക്കുന്ന അതേ അളവിൽ തന്നെ ആയിരിക്കണം. പിന്നെ നമ്മുടെ ഉണക്കിയ ആ ഒരു തേങ്ങാപ്പൊടി ഇല്ലേ, അതും കൂടെ എടുക്കാനായിട്ട്. എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് ഒരു ലോ ഫ്ലെയിമിൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. എന്നിട്ട് നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര, ശർക്കര ഏതാണോ നിങ്ങൾക്ക് വേണ്ട അങ്ങനെ ചേർത്തോളൂ. ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ടൊരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് നല്ല പോലെ വറുത്തെടുക്കണം. ഇതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറിക്കഴിയുന്നത് വരെ വറുത്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 2 ഏലക്കായ ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം വറുത്ത് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം ഒരു കല്ല് വെച്ചിട്ട് നമുക്ക് ആ കടല ഉണ്ടല്ലോ അതൊന്നിങ്ങനെ പൊടിച്ചെടുക്കാം. വേണമെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വേണമെങ്കിൽ പൊടിച്ച് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഈ രീതിക്ക് ഇപ്പം ഞാൻ കാണിച്ചു തന്ന രീതിക്ക് ചെയ്യാം. ഇതാണ് കേട്ടോ നല്ലത്. ഇതാവുന്ന സമയത്ത് എന്താ പറയുക, ആ കടല നമുക്ക് കടിക്കാൻ കിട്ടും. അതേപോലെ കടലിൻ്റെ തൊലി താല്പര്യമില്ലാത്ത ആൾക്കാർ അത് പോക്കാനും മറക്കരുത്. എനിക്ക് പിന്നെ അത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ അതിൻ്റെ കൂടെ തന്നെ ചേർത്തത്. എന്നിട്ട് ചൂടൊക്കെ തണഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലെടുത്തിട്ട് നമുക്കങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു കളറ് കണ്ടില്ലേ, നമ്മുടെ പൂരപ്പൊടി, അവലോസ് പൊടി, അതിൻ്റെ ആ ഒരു കളറാണ് നമുക്ക് വേണ്ടത്. അത് ഞാനൊരു ലോ ഫ്ലെയിമിലിട്ട് ശരിക്ക് വറുത്തെടുത്തിട്ടാണ് ഈ ഒരു കളറായി കിട്ടിയത്. ഇങ്ങനെ വറവ് കറക്റ്റായാലേ നമുക്കിത് കൂടുതൽ ദിവസം സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം അത് ഫംഗസ് വരും കേട്ടോ. ഇനി നിങ്ങൾക്ക് വറവ് സെറ്റായിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിലോട്ടേക്ക് അങ്ങനെ എടുത്ത് വെച്ചോളൂ. ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കുമ്പോഴേ ആ ഒരു തണുത്ത
പുറത്ത് ഇതിൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ശരിക്കും ആ പുറത്ത് വെച്ചാലേ ആ ഒരു ക്രിസ്പി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ഇത് കുട്ടികളൊക്കെ ഒരു സ്പൂണ് വായിൽ വെച്ച് കഴിഞ്ഞാൽ സത്യം പറയണ അവർ വിടൂല കേട്ടോ. അത്ര രുചിയാണിത്. നല്ല ഹെൽത്തിയാണ്. പിന്നെ ഒരു അൺഹെൽത്തി എന്ന് ഫീൽ ആവുന്നത് പഞ്ചസാര ചേർത്തുന്നുള്ളൂ. അപ്പോൾ വേണ്ടാത്തവർ പഞ്ചസാര ഒഴിവാക്കുക, ശർക്കര അങ്ങനെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ കർക്കിടക സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു പൊടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ ക്വാണ്ടിറ്റിക്ക് ഉണ്ടാക്കി വെച്ചോളൂ കേട്ടോ, കാരണം അത്ര ടേസ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, അസ്സലാമു അലൈക്കും.